ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു. പോൾ ജോർജ് സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പെപ്പെ പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ മലയാള ചലച്ചിത്രമാണ് കാട്ടാളൻ. ഷെരീഫ് മുഹമ്മദാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുവെക്കാം. വാ, ചൂസ് യുവർ എക്സ്പീരിയൻസ്. ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ചിലുള്ള കൊമ്പുകള ഷെരീഫ് മുഹമ്മദ് കോടി വരും. നബി ബസ്റൂറാണ് മ്യൂസിക്. ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനാണ്. മാർക്കോല വില്ലൻ തന്നെയാണ്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്. ഫ്രം ദ പ്രൊഡ്യൂസർ ഓഫ് മാർക്കോ. അപ്പോൾ ഈ സിനിമയിൽ നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ് ഒരു ആന കാട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത്. കുറച്ച് വയലൻസ് ഉള്ള സിനിമയാണ്. ബട്ട് മുമ്പ് ഈ മാർക്കോയുടെ തന്നെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്രയും അധികം വയലൻസ് ഇല്ലെങ്കിലും കുറച്ച് നല്ല രീതിക്കുള്ള വയലൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. കബീർ ദുഹാൻ അവനാണ് വില്ലൻ. മരണപ്പെട്ട അപ്പന് വേണ്ടിയുള്ള ഒരു മകന്റെ പ്രാർത്ഥന എന്താ? മാർക്കോല സൈറസ്. അപ്പൻ പിക്ചറല്ലേ അത് ഒരാൾ ഇറുക്കുമാരി. The notorious saint. ചെകുത്താന്റെ പ്ലാൻ തെറ്റിക്കുന്നതാ ദൈവത്തിന് ഇഷ്ടം. അടിക്കുമ്പോ തല ചേർത്തടിക്കണം. ஆண்டனி நாம நினைச்ச மாதிரி இல்ல. വമ്പോ എന്ത് മ്യൂസിക്കടാ അത്. രവി ബസ്റൂർ മ്യൂസിക്കൽ. ട്രെയിലർ ഇതുവരെ പൊളിച്ചിട്ടുണ്ട് കേട്ടാ, കിട്ടില്ലായിട്ടുണ്ട്. ആന്റണിയൊക്കെ എന്തോരം വയലൻസ് ആണ് കാണിച്ചു കൂട്ടുന്നത്. ആൻഡ് ഹനാൻ ഷാ ഉണ്ട്. എല്ലാവർക്കും നല്ല സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു റോളുകൾ തന്നെയാണെന്ന് തോന്നുന്നു. ആൻഡ് അതൊരു കാടിന്റെ പശ്ചാത്തലമുള്ളതാണെന്ന് തോന്നുന്നു. ഒരു ഗ്രീൻ ഷെയ്ഡ് പോലെ കളർ ഗ്രേഡിംഗ് ഒക്കെ. കൊമ്പ്, ആന കൊമ്പ്, കാട്ടാളൻ. മാസ പടമാണ്. വയലൻസും വെടിയും. നിങ്ങൾക്കിത് ഹറാമായിരിക്കും, എനിക്കിത് ഹലാല. കാട്ടാളൻ സ്പാനിയൻ സിനിമയാണ് കേട്ടോ. പോൾ ജോർജ്, ഷെരീഫ് മുഹമ്മദ്, നെയ്ഹം, പല ഫിലിംസ് ഒക്കെ ഉണ്ട്. ഗൈസ്, ഹംബലെ ഫിലിംസ് ഒക്കെ അസോസിയേറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു പടയിപ്പ് തന്നെയാണ് വരാൻ പോകുന്നത്. ട്രെയിലർ വേറെ ലെവൽ സാധനം. മാസായാലും രവി ബസ്റൂറിന്റെ മ്യൂസിക്കൽ ആയാലും ആൻഡ് പോൾ ജോർജിന്റെ ആ ഡയറക്ഷൻ ആയാലും ഇനി ആ സ്ക്രിപ്റ്റും കൂടെ ആ ഒരു സെറ്റായിട്ട് വന്ന പടം ബ്ലോക്ക് ബസ്റ്റർ അടിക്കും. അതിൽ സംശയമൊന്നും വേണ്ട. ആൻഡ് ഹനാൻ ഷാ വരുന്നുണ്ട്. ഹനാൻ ഷാ വയലൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഹിപ്സ്റ്റർ നമ്മളെ ഗെയിമിംഗ് കളിക്കുന്ന ആവേശം സിനിമയിലുള്ള പുള്ളി, ആ പയ്യനും ഉണ്ട് സിനിമയിലും. നല്ലൊരു ട്രെയിലർ. ഷെരീഫ് മുഹമ്മദ് ഒരു കിടിലൻ പ്രൊഡ്യൂസറാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്രയും നല്ലൊരു രീതിക്ക് ട്രെയിലർ എടുക്കുക. സിനിമയും നല്ല രീതിക്ക് വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. രവി ബസ്റൂർ മ്യൂസിക്കൽ, ജഗദീഷ്, തുഷറ വിജയൻ, കബീർ ദുഹാൻ, എല്ലാവർക്കും മാസ്. അതായത് മാർക്കോ സിനിമയിലുള്ള കുറേ ആൾക്കാർ തന്നെയാണ് ഈ സിനിമയിലുള്ള ഒരു സെയിം ക്രൂ തന്നെയാണ് ഈ സിനിമയിലും വരുന്നത്. കാരണം മാർക്കോയുടെ പ്രൊഡ്യൂസർ തന്നെയാണ് കാട്ടാളൻ വരുന്നത്. വയലൻസും ഉണ്ട്, വെടി, പുക, കത്തല്, കപ്പലൊക്കെ കത്തണു, നല്ല സീനറി ഒക്കെ ഉണ്ട്. ആൻഡ് എഡിറ്റിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ ഉണ്ട്. ആ വൈഡ് ഷോട്ടും ആംഗിളൊക്കെ സൂപ്പർ. ആൻഡ് ആനയുമായിട്ടുള്ള കുറേ സീൻസും കാര്യങ്ങളും ഉള്ളു. രോമാഞ്ചമുള്ള സീൻസൊക്കെ വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ആൻഡ് പവർഫുൾ പാക്ഡ് ട്രെയിലർ തന്നെയാണ് വന്നിരിക്കുന്നത്. കിട്ടിലൻ സാധനം.